നമസ്കാരം, വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ സ്കൂൾ ഓഫ് യോഗ. സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. ഇന്ന് തലവേദനയ്ക്ക് പരിഹാരമായിട്ട് ചെയ്യാവുന്ന ഒരു മുദ്രയെക്കുറിച്ചാണ്. ഇപ്പോൾ തലവേദന തന്നെ സൈനസിൻ്റെ ഇഷ്യൂസ്, ഈ ഭാഗത്തുണ്ടാകുന്ന കൺജഷൻ, അതുകൊണ്ട് തലവേദന വരാം. പിന്നെ സ്ട്രെസ്സ്, ടെൻഷൻ, ഇവ കൊണ്ട് തലവേദന വരാം. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ സ്ട്രെയിൻ, കൂടുതൽ സമയം സിസ്റ്റം ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് തലവേദന ഉണ്ടാകാം. പിന്നെ മൈഗ്രെയിൻ, അങ്ങനെ പല രീതിയിലുള്ള തലവേദനകളുണ്ട്. അപ്പം എന്തൊക്കെയാണെങ്കിലും ഇങ്ങനെ തലവേദന മാറാൻ സഹായിക്കുന്ന ഒരു മുദ്രയെക്കുറിച്ചാണ് പറയുന്നത്. മുദ്രയുടെ പേര് മഹാശീർഷ മുദ്ര എന്ന് പറയും. അത് നമ്മുടെ ഈ ഹെഡിൻ്റെ ഭാഗത്ത് ഉള്ള എനർജി ഒന്ന് ബാലൻസ് ചെയ്യാനും അങ്ങനെ തലവേദന മാറാനും സഹായിക്കുന്ന മുദ്രയാണ്. ഒരു ആൻഷ്യൻ്റ് മുദ്രയാണ്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്കൊരു പുതിയ അറിവായിരിക്കും. അപ്പോൾ മുദ്ര എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന മുദ്രയാണ്. പക്ഷേ മുദ്ര നിങ്ങൾ ചെയ്യുമ്പോൾ റെഗുലറായിട്ട് ചെയ്യണം. ഏത് കാര്യവും, യോഗയാണേലും മുദ്രയാണേലും ചെയ്യുമ്പോൾ നമ്മൾ റെഗുലറായിട്ട് ചെയ്യണം. അതുപോലെ ഒരു 5 മിനിറ്റ്, അങ്ങനെ ഒരു 15-20 മിനിറ്റ് എങ്കിലും ദിവസം നിങ്ങൾ മുദ്ര ചെയ്യണം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം. ഞാൻ പല മുദ്ര വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എങ്കിലും കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി പറയാം. നമ്മുടെ ഈ കയ്യിലെ ഓരോ വില്ലുകളും പഞ്ചഭൂതങ്ങളെ സൂചിപ്പിക്കുന്നു. ഈ ചെറുവിരല് ജലതത്വം, ഇത് ഭൂമി പൃഥ്വിതത്വത്തെ സൂചിപ്പിക്കുന്നു. ഇത് ആകാശം സ്പേസ് എലമെൻറ്റിനെ സൂചിപ്പിക്കുന്നു. ഈ ചൂണ്ടുവിരല് നമ്മളുടെ എയർ എലമെൻറ്റിനെ സൂചിപ്പിക്കുന്നു, വായു. അതുപോലെ തമ്പ്, ഈ വിരല് അഗ്നിതത്വത്തെ സൂചിപ്പിക്കുന്നു, ഫയർ എലമെൻറ്റ്. അപ്പോൾ ഈ തത്വങ്ങളുടെ അനുപാതം നമ്മുടെ ബോഡിയിൽ ശരിയാകാതെ വരുമ്പോഴാണ് ഈ രോഗങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് മുദ്ര സയൻസ് പറയുന്നത്. അപ്പം ഈ തത്വങ്ങൾ, ഈ എലമെൻറ്റ്സ്, അതായത് നമ്മുടെ ശരീരം ഈ പ്രകൃതി പോലെ തന്നെ പഞ്ചഭൂത നിർമ്മിതമാണ്. അപ്പം ഈ അനുപാതം ശരിയാകാൻ വേണ്ടിയാണ് നമ്മൾ ചില മുദ്രകൾ അനുഷ്ഠിക്കുന്നത്. അപ്പം തലവേദനയ്ക്ക് പരിഹാരമായിട്ട് ചെയ്യാവുന്ന മഹാശീർഷ മുദ്ര എന്താണെന്ന് പറയാം. ആ മുദ്ര ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ തമ്പും ഈ 2 ഫിംഗറും, അതായത് ചൂണ്ടുവിരൽ, മിഡിൽ ഫിംഗർ, ഇതും തള്ളവിരലും കൂടെ യോജിപ്പിക്കുന്നു. ഇങ്ങനെ യോജിപ്പിക്കുന്നു. എന്നിട്ട് ഈ റിംഗ് ഫിംഗർ ഒന്ന് ചുരുട്ടി ഇതിൻ്റെ അടിയിലേക്ക് വെക്കുന്നു, തമ്പിൻ്റെ അടിയിലേക്ക് വെക്കുന്നു. ഫസ്റ്റ് ഇത് തമ്മിൽ യോജിപ്പിക്കുന്നു. ഈ വിരൽ ചുരുട്ടി ഇതിൻ്റെ അടിയിലേക്ക് വെക്കുന്നു, തമ്പിൻ്റെ അടിയിലേക്ക് വെക്കുന്നു. മറ്റേ വിരൽ ഉയർന്നിരിക്കുന്നു. ഈ ഒരു രീതിയിൽ ആണ് മുദ്ര. മുദ്ര 2 കൈയിലും അനുഷ്ഠിക്കണം. അപ്പം ഈ 2 വിരൽ ഇതുപോലെ പിടിക്കുന്നു. ഈ വിരൽ ഇതിലേക്ക് തമ്പിൻ്റെ അടിയിലേക്ക്, തള്ളവിരലിൻ്റെ ബേസിലേക്ക് വെക്കുന്നു. മറ്റേ വിരൽ ഉയർന്നിരിക്കുന്നു. ഇതാണ് മുദ്ര. ഇത്രയുള്ള മുദ്ര, മഹാശീർഷ മുദ്ര. മുദ്രയെ അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ നിവർന്നിരിക്കണം. ഏതെങ്കിലും മെഡിറ്റേഷൻ പോസിലിരിക്കുക. അതായത് നിങ്ങൾക്ക് സുഖകരമായിട്ട് ഒരു ശാരീരിക അസ്വസ്ഥതകൾ ഇല്ലാത്ത പോലെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലിരിക്കുക. എന്നിട്ട് ഒന്ന് ഡീപ്പ് ബ്രീത്ത് എടുത്ത് ജെൻറ്റിലൊന്ന് ബ്രീത്ത് എടുക്കുക. എന്നിട്ട് ഒന്ന് ബോഡി ഒന്ന് റിലാക്സ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ മുദ്ര നമ്മുടെ കാലിലെ മുട്ടിൻ്റെ ഭാഗത്ത് ഈ മുദ്ര പിടിച്ച് കൈകൾ വെച്ച് സാവധാനം കണ്ണുകളടച്ച് ശ്വാസം എടുക്കുക, പുറത്തേക്ക് വിടുക. ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ. അപ്പം നമ്മളിലേക്ക് തന്നെ ശ്രദ്ധിക്കുക. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ വയറിലുണ്ടാകുന്ന ആ മൂവ്മെൻ്റ് ശ്രദ്ധിക്കുക. റിലാക്സ് ചെയ്തിരിക്കുക. ഒരു 5 മിനിറ്റ് റിലാക്സ് ചെയ്യുക. മോർണിംഗ് യോഗയോട് കൂടി നിങ്ങളിത് ചെയ്യുക. മോർണിംഗ് സമയമില്ലാത്തവർ മാത്രം ലേറ്റ് ആഫ്റ്റർനൂൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊരു പുതിയ അറിവായിരിക്കുമെന്നറിയാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മൈഗ്രെയിൻ മൂലം കഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം വലിയ ചിലവില്ലാതെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതിനുവേണ്ടി കുറച്ച് സമയം കണ്ടെത്തുക. അതുപോലെ നമ്മുടെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ കുറയും. നമ്മൾ റിലാക്സ്ഡ് ആകാൻ ഈ മുദ്ര. പിന്നെ ഒരു അവയർനെസ് ഉണ്ടാകും. നമ്മളെക്കുറിച്ച് തന്നെ നമ്മളിലേക്ക് തന്നെ ശ്രദ്ധിച്ച് ഈ മുദ്ര പിടിച്ചിരിക്കുമ്പോൾ നമ്മളെക്കുറിച്ച് തന്നെ ഒരു അവയർ ആകാനുള്ള, ഒരു സ്പിരിച്വൽ, ആത്മീയമായി ഉയരാനുള്ള ഒരു ചാൻസും കൂടെയാണ്. അപ്പം ചെയ്യുക. ഇതിൻ്റെ ഒരു ഇഫക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. റെഗുലറായിട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.